ഈ നഗരവാസികൾ പ്രതീക്ഷിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുമ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള വികസനം സ്വപ്നം കണ്ടിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചു. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നഗരത്തിൽ നടന്നിട്ടുള്ള ഒരു അഴിമതിയാണ് കമ്പ്യൂട്ടർ വാങ്ങിയതിൽ വൻ അഴിമതിയുണ്ട് എന്ന് പോലീസിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. 4.5 വർഷക്കാലത്തെ ഈ ഭരണകൂടത്തിൻ്റെ യാതൊരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ലാത്ത പൂർണ്ണമായും അഴിമതി നിറഞ്ഞൊരു ഭരണകൂടം സമ്പൂർണ്ണ വികസനം ഇവിടെ നടക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കപ്പെടുന്നു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ മാത്രമാണ് തലസ്ഥാന നഗരത്ത് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയുന്നത്. ഇന്ന് വരെ പിണറായി വിജയൻ സർക്കാരിന് കൊടുക്കാൻ സാധിക്കാത്ത സമ്പൂർണ്ണമായിട്ടുള്ള സൗജന്യ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരസഭയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും അഴിമതിയുടെ വാർത്ത വീണ്ടും പുറത്തു വരികയാണ്. അതായത് സ്കൂൾ കുട്ടികൾക്ക് നൽകേണ്ടിയിരുന്ന കമ്പ്യൂട്ടർ വിതരണത്തിൽ അടക്കം വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് BJP കൗൺസിലറായ MR ഗോപൻ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ടതും ജനറൽ വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് വാങ്ങിയതിൽ അഴിമതി ഉണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 15 ദിവസത്തിന് അകത്തായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നഗരത്തിൽ നടന്നിട്ടുള്ള ഒരു അഴിമതിയാണ് കമ്പ്യൂട്ടർ വാങ്ങിയതിൽ വൻ അഴിമതി ഉണ്ട് എന്ന് പോലീസിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ കുറ്റക്കാർക്ക് നേരെ ഇവിടുത്തെ ഭരണകൂടത്തിന് ആരാണോ ഈ കുറ്റകൃത്യം നടത്തിയത്, ആരാണോ ഇതിന് ഈ പാവപ്പെട്ട കുട്ടികളുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും കൊള്ളയടിച്ചത് 20 ലക്ഷം രൂപ നഷ്ടമുണ്ട് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് ഉത്തരവാദികളായിട്ടുള്ള ഭരണാധികാരികളുടെ മേൽ കേസെടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൗൺസിലിൽ ഇത് അവതരിപ്പിച്ചിരുന്നു. കൗൺസിൽ യോഗത്തിൽ അഴിമതികൾ കൊണ്ടുവരുമ്പോഴൊക്കെ തന്നെ അവർക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയാതെ 4.5 വർഷക്കാലത്തെ ഈ ഭരണകൂടത്തിൻ്റെ യാതൊരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ലാത്ത പൂർണ്ണമായും അഴിമതി നിറഞ്ഞൊരു ഭരണകൂടം കൗൺസിലിനകത്ത് നിരപരാധികളായിട്ടുള്ള കൗൺസിലർമാരുടെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാം എന്ന് ശ്രമിക്കുന്നു. അത് കഴമ്പില്ലാത്ത യാതൊരു തരത്തിലുള്ള സത്യസന്ധതയുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വൻ കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഇതൊരു സൂചനയാണ്. ഇനിയും ഞങ്ങൾ തുടരും. കാരണം ഇതിൽ വികസനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നു. സമ്പൂർണ്ണ വികസനം ഇവിടെ നടക്കുന്നില്ല. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കപ്പെടുന്നു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ മാത്രമാണ് തലസ്ഥാന നഗരത്ത് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് പാവപ്പെട്ടവന് തലചായ്ക്കാൻ ഒരിടം എന്ന് പറഞ്ഞാൽ ആ സ്വപ്ന പദ്ധതി നടക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇവിടുത്തെ പാർക്കിംഗ് സൗകര്യത്തിന് ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ടാക്കി. അത് അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നു. ഇവിടുത്തെ കർഷകനെ സംബന്ധിച്ച് കർഷക സമ്മാൻ നിധി പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. ഇവിടെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് വരെ പിണറായി വിജയൻ സർക്കാരിന് കൊടുക്കാൻ സാധിക്കാത്ത സമ്പൂർണ്ണമായിട്ടുള്ള സൗജന്യ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. ഈ തൂവെള്ള കൊട്ടാരത്തിനകത്ത് ഒരു വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി. ആ പ്രോജക്റ്റുകൾ പാർട്ടി സഖാക്കൾക്ക് മാത്രമായി കൊടുത്തുകൊണ്ട് ചില വികൃതികൾ കാണിച്ചു പോകുന്ന ഒരു ഭരണകൂടമായി ഇത് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിനപ്പുറമുള്ള ഈ നഗരവാസികൾ പ്രതീക്ഷിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുമ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള വികസനം സ്വപ്നം കണ്ടിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചു. എന്താണ്, പ്രതിപക്ഷ പാർട്ടിയാണെങ്കിൽ പോലും ഒരു നല്ല ഭരണം, ഒരു ചെറുപ്പക്കാരി അധികാരത്തിൽ വരുമ്പോൾ നല്ല ഭരണമുണ്ടാകും എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചു. പക്ഷേ തുടക്കം മുതൽ ധിക്കാരവും ധാർഷ്ട്യവും ഇന്ന് വരെ നഗരം അനുഭവിക്കാത്ത വലിയ തോതിലുള്ള അഴിമതിയാണ് ഈ നഗരഭരണകൂടം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മുടെ അവശേഷിക്കുന്ന കാലയളവ് ഇത്തരം അഴിമതികളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്തായാലും വലിയൊരു അഴിമതിയുടെ കെട്ടുകഥകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. ഏകദേശം 20 ലക്ഷം രൂപയുടെ അഴിമതിയുടെ വാർത്തകളാണ്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.